ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുള്ളത് ചാവക്കാടിലത്തെ ഫാം വില്ലയിലാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു ക്യാമലുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ നമുക്കിങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഒരു എല്ലാ സാധനം തന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ഹെന്നും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് തൊടാനൊക്കെ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സൈഡിലേക്ക് ആയിട്ട് ഒരു ഹോസ് ഉണ്ടായിരുന്നു. അവിടെ ക്യാരറ്റ്സ് ഒക്കെ നമുക്ക് അതിന് കൊടുക്കാനൊക്കെ പറ്റും, അതിനെ തൊടാനും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ചാവക്കാട് ഈ ഫാമില. അപ്പോൾ ഞങ്ങളുടെ കസിൻസൊക്കെ നല്ല റിവ്യൂ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഈ ചാവക്കാടിലേക്കൊക്കെ ഇങ്ങനെ ഫാമിലേക്കൊക്കെ വന്നത്. പിന്നെ വെക്കേഷൻ അല്ല, അപ്പോൾ ഒരു വിസിറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന്റെ ബാക്കിൽ തന്നെ ഒരു വൈറ്റ് ഹോഴ്സ് ഉണ്ടായിരുന്നു. അതൊന്നും മുന്നിലേക്ക് വന്നില്ല, ഈ ബ്രൗൺ മാത്രം വന്നുള്ളൂ. പിന്നെ അവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ 2 സ്വാൻസ്, ബ്ലാക്ക് കളറിലായിട്ടുള്ള സ്വാൻസ്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമുക്ക് ഇങ്ങനെ 2 തത്തമ്മ എല്ലായിടത്തും ഒരു വേറെ രീതിയിലായിട്ടുള്ള കിഴികളൊക്കെ നമുക്ക് തലയിലും കയ്യിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതൊരു ഇഗ്വാനയാണ്. അതൊക്കെ നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളൊന്നും ചെയ്യില്ല, നല്ല രസമാട്ടോ അതൊക്കെ ഇങ്ങനെ തൊടാൻ. നമ്മൾ കാണാത്ത ആനിമൽസ് പോലത്തെ സാധനമാണ്. പിന്നെ ഇതിന്റെ വാലൊക്കെ നല്ല നീട്ടാണ്. ഇതിന്റെ ബോഡിക്ക് നീട്ടില്ലെങ്കിലും വാലിന് നല്ല നീട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റേ ഫ്ലൈയിങ് സ്ക്വിറൽസ് ആട്ടോ. ഇത് സ്ക്വിറൽസിന്റെ വേറെ രീതിയായിട്ടുള്ളത്. പിന്നെ ഇവരൊക്കെ ഇതിന് ചെറിയ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. അപ്പൊ ഇത് ഇവര് കുഞ്ഞ് സ്ക്വിറൽസ് പോലത്തെ ഒരു സാധനമാട്ടത്. നമ്മളൊന്നും ചെയ്യില്ല, ഇത് നമ്മുടെ കൈമേൽ തലമേലൊക്കെ ഇങ്ങനെ ഇരുന്നോളും. ഫോട്ടോ എടുക്കാൻ ഇരിക്കണ പോലെയൊക്കെ ആട്ടോ അവര് ചെയ്യാറ്. പിന്നെ ഇത് പിന്നെ ഞങ്ങൾ കണ്ടത് ഇങ്ങനത്തെ ഡക്കാട്ടോ. അതിന്റെ മുന്നിൽ കുറച്ച് പോണ്ട് പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ വീട് പോലെ എന്നൊക്കെ പറയണ പോലെ അവിടെ വൈറ്റും ബ്ലൂ കളറിലൊക്കെ വീടുണ്ടായിട്ടോ. ഇതിന്റെ പേര് പോമറേനിയൻ ഡക്കാട്ടോ. നമുക്ക് കാണാത്ത പേരുകളൊക്കെയാണ്. അപ്പൊ നല്ല രസമുണ്ടായിട്ടോ കാണാൻ വേണ്ടി. ഇത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല, നമുക്ക് അവിടെ പുറത്തെ ഫെൻസ് ഇട്ടുള്ള കാരണം ഒന്നും നമുക്ക് അങ്ങോട്ട് അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് പുറത്തുനിന്ന് ഇരുന്ന് കാണാൻ പറ്റും. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ ഉള്ളത് ഇതിന്റെ വേറെ ടൈപ്പ് ഓഫ് ഡക്ക് തന്നെയാട്ടോ. സെയിം പോലെ തന്നെ ക്രസ്റ്റഡ് ഡക്ക്, ഇതിന്റെ പേരാണ് ക്രസ്റ്റഡ് ഡക്ക്. പിന്നെ ഇങ്ങനത്തെ ബ്ലാക്ക് കളറിലെ വേറെ ഡക്ക് ഉണ്ട്. ഇതിന്റെ പിന്നെ ആ ബോർഡിലൊക്കെ ഇങ്ങനെ വേറെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേരാണ് കയുഗ ഡക്ക്, അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ പറ്റിയിട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സും അവരൊക്കെ ആ ഒരു മഞ്ഞ ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റും ചെയ്തത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഡക്കുകളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് പോണീസ് ആണ്. ലിറ്റിൽ ഹോഴ്സ് എന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ പോണി എന്നാണ് നമ്മൾ വിളിക്കുക. ഇതിനൊന്നും നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് അവിടെ നിൽക്കും, അങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റണത്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള തന്നെ ഒരു ഡോങ്കി കിടക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ വന്നിട്ട് ഒരു ഡോങ്കി വരുന്നു. അതൊക്കെ നമുക്ക് ഇങ്ങനെ തൊടാൻ പറ്റും. അതിന് നല്ല രസമുണ്ടായിരുന്നു തൊടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത് അവിടെ ഇരുന്ന് അതിന്റെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിനെ തൊടാനൊക്കെ ഇങ്ങനെ പറ്റും. നമുക്കൊന്നും അങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നമുക്ക് ഒരു ഹോസിന്റെ പുറത്തൊക്കെ നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റി. അപ്പൊ അതൊന്നും ഫ്രീ ആണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ തന്നെ കയറിയിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങനെയൊക്കെ എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിന്റെ മേലൊക്കെ ഇരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് കുറെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഇരുന്നിട്ടും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ വൈറ്റ് കളറിലെ ഹോസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള തന്നെ അവിടുത്തെ ഒരു ആന്റി വന്നിട്ട് ഇങ്ങനെ പിഗിനൊക്കെ കുളിപ്പിക്കണൊക്കെ ഉണ്ടായിരുന്നു. അത് അതിന് വെള്ളമായതുകൊണ്ട് അവറ്റങ്ങൾ ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ വീഴും. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഉള്ള അതിന്റെ തൊട്ട് മുന്നിൽ തന്നെ ആയിട്ട് ഇങ്ങനത്തെ പണ്ടത്തെ ഇങ്ങനത്തെ ഒരു ക്യാരേജ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഓസ്ട്രിച്ച് ആട്ടോ. ഇത് നമ്മൾ അതിന് വല്ല ഫുഡ് എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ കൈമേൽ നിന്ന് നമുക്ക് നല്ല കുത്തൊക്കെ കിട്ടും. നല്ല വേനുള്ള കുത്തൊക്കെയാണ് കേട്ടോ കിട്ടാൻ വേണ്ടി. പക്ഷെ ഇതിലൊന്നും ഞങ്ങൾക്ക് ഫുഡൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എനിക്ക് പേടിയായിരുന്നു ഇതിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. ഇങ്ങനെ കഴുത്ത് പുറത്തേക്ക് ഇട്ടിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പേടിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുഞ്ഞ് ഷീപ്സ് ഉണ്ടായിരുന്നു. അതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനെ തൊട്ട് ഇരിക്കാൻ നമുക്ക് തോന്നും. നല്ലൊരു ക്യൂട്ട് പോലെ നമ്മുടെ കൂടെ എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ, ഒന്നും ചെയ്യില്ല, ഭയങ്കര പാവമായി, നമുക്ക് തൊട്ടോണ്ടിരിക്കാൻ തോന്നും. കുഞ്ഞ് ഷീപ്സ് ബ്ലാക്കും വൈറ്റും കളറിലൊക്കെ ആയിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്കും ഇങ്ങനെയൊക്കെ വരും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ഇതൊരു വേറെ വലിയ കൗവാട്ടോ ഇതിന്റെ. അതിന്റെ പുറത്തൊരു ഹമ്പ് ഉണ്ട്, അവിടെയാണ് ഇതിന്റെ
ഫുഡും വാട്ടറൊക്കെ സ്റ്റോറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ഇങ്ങനെ തൊടാനൊക്കെ പറ്റും. ഇങ്ങനെ അതിന്റെ ഫോർഹെഡിൽ എന്തോ അങ്ങടെ റെഡ് കളറിൽ എന്തൊക്കെയാ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു അപ്പൊ പിന്നെ ഇതിന്റെ പേരാണ് ജാക്കബ് ഷീപ്പ്. അപ്പൊ നമുക്കൊന്നും ഇങ്ങനെ തൊടാനൊന്നും പറ്റില്ല. അത് ആ കൂടിന്റെ അകത്തായിരുന്നു ഇരിക്കണ്ടായിരുന്നെ. പിന്നെ ഇതിന്റെ പേര് ടർക്കി ഡംബ ഷീപ്പാട്ടോ. ഇതിനൊക്കെ കാണാൻ ഇത്തിരി നമുക്ക് തമാശയൊക്കെ വരും ചിലതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു സാധനം കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ കൊടുത്ത നേരത്തൊന്നും ഇവരൊന്നും കഴിക്കണ്ടായിരുന്നില്ല. നമുക്ക് കുറെ ആൾക്കാരെ കൊടുക്കണം, ഇവർക്ക് അത് മട്ടിപ്പായി തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും ഇവര് ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഇവിടെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷീപ്സ് ആയിട്ട് ഉണ്ടായത്. ഒരെണ്ണത്തിന് നിറച്ച് മുടിയായിരുന്നു, കണ്ണിലും ഇതിലൊക്കെ ആയിട്ട് നിറച്ച് മുടിയായിരുന്നു കേട്ടോ. മറ്റേ 2 സാധാരണ പോലത്തെ ആയിരുന്നു. പക്ഷെ ഇതിനൊക്കെ നിറച്ച് മുടി ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. ഇതൊക്കെ താടിയുള്ള പോലെയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇത്. അപ്പൊ അതൊക്കെ തമാശ തോന്നിട്ട് ഇതൊക്കെ കാണുമ്പോ. പിന്നെ കുറെ ഇങ്ങനത്തെ ഹോൺസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഷീപ്പാട്ടോ. ഇവിടെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനത്തെ കളേർഡ് ഹെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് തൊടാൻ പറ്റുക. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട്. അപ്പൊ വേറെ വേറെ കുറെ കളേഴ്സ് ഉള്ളതുണ്ട്. ഇങ്ങനത്തെ മഞ്ഞ, പിങ്ക്, ഗ്രേ, വൈറ്റ് അങ്ങനത്തെ കുറെ ഉള്ളതൊക്കെ ഇങ്ങനെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതുകളൊക്കെ കാണാൻ വേണ്ടി. ഇതിന്റെ പേരാണ് സിൽക്കി. ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരുകളാണ്. പിന്നെ ഇത് ചെറിയ ഡക്സ് ആട്ടോ ഇത്. പിന്നെ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബണ്ണീസ്, റാബിറ്റ്സ് അങ്ങനത്തെ ഇതുകളൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാബിറ്റ്സ്. ഇത് നമുക്ക് തൊടാൻ പറ്റില്ല. അതൊക്കെ ചിലത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡിൽ, ഇതൊന്നും നമ്മൾ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആണിത്. ഇതിന്റെ പേരാണ് എങ്കോര. അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ എണ്ണത്തിന്റെ. ഇതിന്റെ പേര് മിനി ലോബ്, പിന്നെ ജ്വാഫ്, ഇങ്ങനത്തെ കുറെ സാധനം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷനിൽ ഫുള്ള് പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ടൈപ്പ് ഓഫ് പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പൊ ഇതിനൊന്നും നമുക്ക് ഇങ്ങനെ തൊടാനൊന്നും പറ്റുന്നില്ല. അത് നല്ല രസമുണ്ടായിരുന്നു പുറത്തു നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ നമുക്കൊരു പാമ്പിനെ കണ്ടു. ഞങ്ങൾ നടന്ന് വരുമ്പോ അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളുടെ കഴുത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഇട്ടപ്പോ നല്ലോണം പേടിയായി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഹെഡ് ജോക്ക് എന്നാണ് അതിന്റെ പേര്, മുള്ളൻപന്തി എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ പുറത്തൊക്കെ നല്ല ഷാർപ്പാട്ടോ ഇതിനെ കാണാൻ വേണ്ടി. അപ്പൊ ഇതിനൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഇതിന്റെ പുറത്തൊക്കെ തൊടുമ്പോ നമുക്ക് നല്ല വേദനയൊക്കെ എടുക്കും ഇതിന്റെ. അപ്പൊ അത്രയൊന്നും തൊട്ടൊന്നുമില്ല ഞങ്ങള്, കയ്യിൽ തന്നെ അങ്ങനെ വെക്കുക ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറെ ഇങ്ങനെ ഇഗ്വാനാസ്, സ്കോർപ്പിയൻസ്, പിന്നെ സ്നേക്കിന്റെ എഗ്സ് ഒക്കെ ആയിട്ടുള്ളത്. ഇതൊക്കെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇഗ്വാന. പിന്നെ നമ്മൾ കഴുത്തിലിട്ട സ്നേക്സ്, ഇത് ഇപ്പൊ കാണിക്കുന്നതാട്ടോ നമ്മൾ കഴുത്തിലിട്ട സ്നേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്നേക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കഴുത്തിലിട്ടത് പൈത്തൺ സ്നേക്ക് ആട്ടോ ഞങ്ങൾ ഇട്ടത്. ഒന്നും ഞങ്ങൾ ചെയ്തില്ല, അവിടെ വെറുതെ അവിടെ ഇരിക്കായിരുന്നു. പിന്നെ ഇതിന്റെ പേരാണ് ഫെററ്റ്. ഇത് ഒരു ദിവസത്തില് 20 മണിക്കൂർ കിടന്നുറങ്ങും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഫുൾ ഉറക്കാണ്. അപ്പൊ അതൊന്നും വല്ലാണ്ട് എണിക്കൊന്നും ചെയ്യില്ല. ഇത് വേറെ ഇഗ്വാന, നല്ല വാല് നീട്ടുള്ളതൊക്കെ ആട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു ലിസാർഡ്സ് പോലത്തെ ഉള്ളത്. കുറെ ഇഗ്വാനാസ് ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് വലിയതും ചെറുതും ടൈപ്പ് ഓഫ് ഡക്സും അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു. കുറെ കേജിലായിട്ടുള്ള ഉണ്ടായിരുന്നു. ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ്, ബ്രൗണ്, ബ്ലാക്ക് അങ്ങനത്തെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിനും വേറെ വേറെ പേരുകളാട്ടോ. ഇതിന്റെ പേര് കൊളംബിയൻ ബ്രാനിയ എന്തൊക്കെ അങ്ങടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കിളീനെ ഞങ്ങൾ കണ്ടു. അതിന്റെ ബോഡി കുഞ്ഞിതും വാല് ഭയങ്കര വലുതായിട്ടാണ് കേട്ടോ. അത് കാണാൻ പറ്റില്ലേ. അതിങ്ങനെ പറക്കണതൊക്കെ കാണാൻ നല്ല രസാട്ടോ. ഇങ്ങനെ കണ്ട പറഞ്ഞ അവിടെ അപ്പുറത്തെ കോലുമ ഇങ്ങനെ പോയിരുന്നത് കഴിഞ്ഞിട്ട് മാർമോസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ സ്ലോത്ത് എന്നൊക്കെ നമ്മൾ പറയും, അതുപോലെയാട്ടോ അത്. കഴിഞ്ഞിട്ട് ഇത് മറ്റേ മക്കാവും, ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും. ഇതാണ് പിന്നെ ഈമു ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇങ്ങനെ കഴുത്ത് പുറത്തേക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരും. പക്ഷെ ഇതിനൊന്നും നമ്മളിങ്ങനെ തൊടാനൊന്നും പാടില്ല. ഇതൊക്കെ ഭയങ്കര വലിയ ഷേപ്പാട്ടോ ഇതിന്റെ. ഭയങ്കര വലിയ ബോഡിയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കേജിന്റെ അകത്തേക്ക് ഇവർ കയറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഫുഡൊക്കെ തന്നിട്ട് നമുക്ക് കയ്യിലിരുത്തിയിട്ടൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ ഓരോ കിളികളിലൊക്കെ നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ചിലതൊക്കെ വന്ന് കയ്യിലിരിക്കുള്ളൂ. എൻ്റെ കൈ മുന്നിൽ വന്ന് ആരും ഒന്നും ഇരുന്നില്ല.
എൻ്റെ ചേച്ചിയുടെ കയ്യിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ തത്തകൾ പോലത്തെ ഇങ്ങനത്തെ ലവ് ബേർഡ്സ് അങ്ങനത്തെ സാധനങ്ങളാട്ടോ. അപ്പൊ ഇവരുടെ ഫുഡ് കോണാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കൈ നീട്ടി വെച്ച് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ആരും വന്നില്ല. ചിലതുകളൊക്കെ മാത്രമേ വന്നുള്ളൂ. അപ്പൊ അത് കയ്യിലൊക്കെ കുത്തുമ്പോൾ നമുക്ക് ഇത്തിരി വേദനെടുക്കും. പക്ഷെ അത് അങ്ങനെയൊന്നും വന്നില്ല. ഈ നമ്മുടെ മേത്തേക്കൊന്നും കിളി അങ്ങനെ വന്നില്ല. കുറെ എണ്ണം അടിയിൽ നടക്കുന്നുണ്ട്, കുറെ എണ്ണം മറ്റേ ഈ ബ്രാഞ്ചസിലും ഇങ്ങനെ കുറെ എണ്ണമൊക്കെ അങ്ങനെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറെ നേരം അതിന് നിന്നു. പക്ഷെ ഒന്നും ഞങ്ങളുടെ കയ്യിലൊന്നും വന്നങ്ങോട്ട് ഇരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി വന്ന് എൻ്റെ കയ്യിൽ ഒന്നും വന്നില്ല. എൻ്റെ കയ്യിൽ ഞങ്ങൾ തീച്ചുണ്ടായാലും ഒന്നും വന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കോക്ടെയിൽസ് ആട്ടോ. ഇത് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ കോക്ടെയിൽസ് ആണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ. ഇത് വേറെ കളറായിട്ട് യെല്ലോ കളറിലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു കേജിന്റെ അകത്ത് കുറെ ഡിഫറെന്റ് ബേർഡ്സ് ആയിട്ട്. ഇതിന് തന്നെ ഓരോ വീടുകളുണ്ട്. വേറെ വേറെ കളേഴ്സുകളായിട്ടുള്ള വീടുകളും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊക്കെ കാണാൻ ഇങ്ങനത്തെ ഹെൻസ് അങ്ങനത്തെ ഓരോന്ന് ഇതുപോലെ. ഇത് കാണാൻ വേണ്ടി ഒരു ഗോൾഡ് കളറിൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര പ്രത്യേകത. അതിലത്തെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മറ്റേതുകളുടെ പോലെ ഒന്നും ആയിരുന്നില്ല. ഇതിനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. തലയുടെ അവിടെ ഗോൾഡ് കളറില്, പുറത്ത് ബ്ലൂ, അടിയിൽ റെഡ്, വാല് നല്ല നീട്ടം കാണാൻ വേണ്ടിയൊക്കെ. ഇതിനൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കണ്ടോ. പിന്നെ കണ്ടോ ഇങ്ങനത്തെ ഇത് കണ്ടോ ഓടി പോണത് കണ്ടില്ല. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്ക് തന്നെ ഞങ്ങൾ പിന്നെ അവിടേക്ക് ഓടി ഇതിന്റെ പിന്നാലെ പോകണ്ടേ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ അടുത്തേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അതൊക്കെ തല പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ കുത്തോന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ നമ്മൾ പുറത്തേക്ക് വീണ്ടും ഇറങ്ങി വന്നപ്പോ ഒരു ഹെന്നീന്റെ പോസ് ചെയ്ത് നിൽക്കണ പോലെ ഉണ്ടായിരുന്നു ഫോട്ടോയ്ക്ക്. നല്ല തമാശ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റിഫ്രഷ്മെന്റ് പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ ആനിമൽസ് ഒക്കെ കണ്ട് ഞങ്ങൾ ടയർഡായപ്പോ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളവിടെ ഫുഡ് വരാൻ വേണ്ടി ആ ടേബിളിന്റെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ സാധനം ഞങ്ങൾ മേടിച്ചത് അവിൽ മിൽക്ക് ആട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ചാവക്കാട് ഫാമിലേക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്തോളൂ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.